श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम ലോകാഭിരാമ ജയ. എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് സ്വാഗതം. രാമനോളം ശ്രേഷ്ഠതയുള്ള നായകൻ ലോകത്തിലില്ല. രാവണനോളം പരാക്രമവും ദുഷ്ടതയുമുള്ള പ്രതിനായകനും ലോകത്തിലില്ല. രാമായണത്തോളം ശ്രേഷ്ഠമായൊരു ഗ്രന്ഥവും ലോകത്തിലില്ല. ഒരുപക്ഷെ ലോകത്തുള്ള പരാക്രമികളിൽ ഏറ്റവും കൂടുതൽ ശാപം കിട്ടിയൊരു ജന്മമാണ് രാവണൻ്റേത്. 18 ശാപങ്ങളാണ് രാവണന്. ആ 18 ശാപങ്ങളെ ഒന്ന് നമുക്ക് ചുരുക്കി ഈ എപ്പിസോഡിൽ നോക്കാം. അതിലാദ്യത്തേതാണ് നളകൂപരന്മാരുടെ ശാപം. നളകൂപരന്മാരെ വൈശ്രവണൻ്റെ ഭാര്യയായ രംഭയെ രാവണൻ കടന്നു പിടിച്ചു. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ, രാവണൻ അനുവാദമില്ലാതൊരു പെണ്ണിനെയും തൊട്ടിട്ടില്ല. തൊട്ടതിൻ്റെ മാത്രമല്ല, രാവണൻ്റെ കാമഭ്രാന്തൻ്റെ എത്ര ഉദാഹരണമുണ്ട്. ആ അന്ന് കിട്ടിയ ശാപം നിൻ്റെ 10 തലയും പൊട്ടിത്തെറിച്ചു പോട്ടെ എന്ന്. രണ്ടാമത്തെ ശാപം വേദവതിയുടേതാണ്. കുശധ്വജൻ്റെ മകളാണ് വേദവതി. അവൾ തപസ്സരിക്കുമ്പോഴാണ് കടന്നു പിടിച്ചത്. തപസ്സരിക്കുന്നൊരു പെണ്ണിന് എന്തായിരുന്നു വേദവതിയുടെ ശാപം? നീയും നിൻ്റെ വംശവും നാരായണനാൽ കൊല്ലപ്പെടട്ടെ. നാരായണൻ ശ്രീരാമൻ അവതരിച്ചതാണല്ലോ, വിഷ്ണുവിൻ്റെ അവതാരമായ. അതാണ് രണ്ടാമത്തെ ശാപം. മൂന്നാമത് ഒരു ബ്രാഹ്മണൻ്റെ ശാപമുണ്ട്. അദ്ദേഹം ഒരിക്കലേ പരമശിവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ തപസ്സിൽ രാവണൻ പിടിച്ചുകൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ മകളെയും തടവിലിട്ടു. അപ്പോൾ കൊടുത്ത ശാപമാണ്, നീയും ഒരു വാനരൻ്റെ തടവിലാകട്ടെ എന്ന്. അത് ബാലിയായിട്ട് ബന്ധപ്പെടുത്തി വായിക്കാം. നാലാമത് നന്ദികേശൻ്റെ ശാപമുണ്ട്. കൈലാസത്തിൽ വെച്ചാണ്. നന്ദികേശനെ കുരങ്ങ് എന്ന് വിളിച്ചിട്ട് രാവണനെ അപമാനിച്ചു. നന്ദികേശൻ്റെ ശാപമാണ്, നീയും നിൻ്റെ കുടുംബവും കുരങ്ങന്മാരാൽ നാശം അനുഭവിക്കട്ടെ എന്ന്. അഞ്ചാമത് വസിഷ്ഠ ഋഷിയുടെ ശാപമാണ്. അവിടെ ശപിച്ചത്, രാക്ഷസന്മാർക്ക് വേദം പഠിക്കാൻ അവസരമില്ല. പക്ഷെ വസിഷ്ഠൻ ആ ആശ്രമത്തിൽ കടന്നിട്ട് രാവണൻ ഈ വേദ ഋഷിമാരെയും വേദപഠിതാക്കളൊക്കെ അപമാനിച്ചു. അവിടെ വസിഷ്ഠനും നിൻ്റെ വംശം നശിച്ചു പോട്ടെ എന്ന് ശാപമുണ്ടായി. അഷ്ടാവക്രൻ്റെ ശാപം കുറച്ചുകൂടി വലുതായിരുന്നു. അഷ്ടാവക്രൻ എന്ന ആ അതിജ്ഞാനിയായ ഗുരുവിനെ ചവിട്ടുക ചെയ്ത് രാവണൻ. അതിൻ്റെ ശാപം, നിന്നെ കുരങ്ങന്മാർ അടിക്കുകയും ചവിട്ടുകയും ചെയ്യട്ടെ എന്നാണ്. യുദ്ധക്കളത്തിൽ അതൊക്കെ സംഭവിച്ചത് നമുക്കറിയാം. ദത്താത്രേയൻ്റെ ശാപം ഉണ്ടായിരുന്നു. പൂർണ്ണ കുംഭവുമായിട്ട് പോകുന്ന ആ ഋഷിയെ ആക്രമിച്ചു. ശാപം, നിന്റെ തല വാനരന്മാർ ചവിട്ടി ഉടക്കട്ടെ എന്നാണ്. അടുത്ത ദ്വൈപായനൻ്റെ ശാപമുണ്ട്. ദ്വൈപായന ഋഷിയുടെ. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ മകളെ ഈ രാവണൻ അംഗഭംഗം ചെയ്തു. നിന്റെ കുടുംബവും ഇതുപോലെ യുദ്ധത്തിൽ അപമാനിതയാകട്ടെ എന്ന് ശപിച്ചു. മാണ്ഡവ്യൻ്റെ ശാപമുണ്ട്. 9ാമത്. മാണ്ഡവനെ മാനിച്ചില്ല എന്ന് കരുതിയിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തപസ് ചെയ്യുന്ന ഋഷിയാണ്. തിരിച്ച് ശാപമുണ്ടായി, വാനരന്മാരിൽ നിന്ന് നിനക്ക് അപകടം ഉണ്ടാവട്ടെ, ദുരന്തം ഉണ്ടാവട്ടെ. അത്രി മഹർഷി ശപിച്ചു. അത്രി മഹർഷിയുടെ ഭാര്യയുടെ മുടി പിടിച്ച് വലിച്ച സമയത്ത് നിന്റെ ഭാര്യയുടെയും മുടി ഇതേപോലെ വാനരന്മാർ മണ്ഡോദരിയുടെ മുടി പിടിച്ച് വലിച്ച സന്ദർഭം ഓർമ്മിക്കണം. പിടിച്ചു വലിക്കട്ടെ. നാരദരുടെ ശാപമുണ്ട്. നാരദര്
നാരദരുടെ ശാപം, നിന്റെ തല പലരും ചവിട്ടി ഉടക്കട്ടെ എന്നാണ്. ഋതുവർമ്മയുടെ ശാപം, നീ മനുഷ്യനാൽ ബന്ധിക്കപ്പെടട്ടെ. മാൽഗല്യൻ്റെ ശാപം, ഹഠയോഗനിഷ്ഠയുള്ള ചന്ദ്രഹാസം കൊണ്ട് നിന്റെ ഇത്തരം സമയത്ത് ചന്ദ്രഹാസം ഫലിക്കാതെ പോകട്ടെ. പരമശിവൻ കൊടുത്ത ആയുധങ്ങൾ പോലും ഫലിക്കാതെ വരുന്നു. 14 ഒരു ബ്രാഹ്മണൻ്റെ ശാപമാണ്. ഒരു പെൺകുട്ടിയെ അമ്മമാരുടെ മുന്നിൽ വെച്ച് രാവണൻ ബലാത്സംഗം ചെയ്തപ്പോൾ നിന്റെ ഭാര്യയും നിന്റെ കൺമുമ്പിൽ വെച്ച് അക്രമികളാൽ ദ്രോഹിക്കപ്പെടട്ടെ എന്ന് ശപിച്ചു. അഗ്നിയുടെ ശാപമുണ്ട്. അഗ്നിയുടെ പത്നി സ്വാഹയെ പീഡിപ്പിച്ചു. നിന്റെ ഭാര്യയെയും വാനരന്മാർ ആരാൽ പീഡിപ്പിക്കപ്പെടട്ടെ. അതാണ് 15ാമത്തെ ശാപം. 16ാമത്തെ ശാപം ഒരു വലിയ ശാപമാണ്. അരണ്യൻ ഒരു വൃദ്ധനായ രാജാവാണ് അദ്ദേഹം. എൻ്റെ വംശം, അതായത് ഒരു വൃദ്ധ രാജാവ്, എൻ്റെ വംശത്തിലെ പിന്മുറക്കാരൻ നിന്റെ വംശത്തെ നശിപ്പിക്കട്ടെ. ബൃഹസ്പതി ഋഷിയുടെ ശാപമുണ്ട്. മകൾ സുലോചനയെ ആക്രമിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ നീ രാമബാണങ്ങളേറ്റ് നിന്റെ വംശം മുടിഞ്ഞു പോകട്ടെ. ബ്രഹ്മാവിൻ്റെ ശാപമുണ്ട്. കുഞ്ചികയെ സമ്മതമില്ലാതെ ആരെ തൊട്ടാലും നിന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന്. ഇങ്ങനെ ശാപജന്മമാണ്. നോക്കൂ, രാവണനെ പണ്ഡിതനാണ്, വേദജ്ഞനാണ്, കലാകാരനാണ്, ബ്രാഹ്മണനാണ്, ഇത്രയും ശ്രേഷ്ഠതയൊക്കെ ഉണ്ടായിട്ടും അഹങ്കാരം കൊണ്ട് സർവനാശം വന്നത് രാമായണം മുന്നിൽ വെച്ച് പഠിപ്പിക്കുന്നു. രാമായണത്തിലാണ് ഏറ്റവും കൂടുതൽ ധർമ്മങ്ങളെക്കുറിച്ച്, ഭാര്യാധർമ്മത്തെ ഇത്രയും, പുത്രധർമ്മം, ഭർത്തൃധർമ്മം, പതിധർമ്മം, പത്നീധർമ്മം, പിതൃധർമ്മം, രാജധർമ്മം, സഹോദരധർമ്മം, ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും ഭാര്യാധർമ്മത്തെക്കുറിച്ച് വസതിക്കൊത്ത ഗുണമുള്ളവർ എന്നാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഇവിടെ ചേർത്ത് വെക്കാം. പത്നീധർമ്മം, നാരായണ ഗുരുവൊക്കെ ഇതിഹാസങ്ങളെ, നമ്മുടെ വേദങ്ങളെ, ഉപനിഷത്തുകളൊക്കെ ഉണ്ടായത് ഇതിഹാസ പുരാണങ്ങളുടെ സത്താണല്ലോ ഉപനിഷത്തുകളല്ല. ഒരു ഭാര്യാധർമ്മം എങ്ങനെയായിരിക്കണമെന്ന് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട കൃതിയാണ്. പാതിവ്രത്യത്തിൽ അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി, ഈ 5 സ്ത്രീകൾ ഭർത്തൃധർമ്മം എങ്ങനെ പാലിച്ചു. വ്യത്യസ്ത രാക്ഷസ ജന്മത്തിലും വാനര ജന്മത്തിലും ക്ഷത്രിയകുലത്തിലും അങ്ങനെ വൈവിധ്യമായ കുടുംബത്തിലും കുലത്തിൽ പിറന്നാലും പത്നി അല്ലെങ്കിൽ ഭാര്യാധർമ്മം, പതിധർമ്മം, വസതിക്കൊത്ത ഗുണമുള്ളവളായി, വരവിൽ സമം വസതിക്കൊത്ത ഗുണമുള്ളവളായിരിക്കണം ഭാര്യ. അത് ഊർമിളയെ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. വസതിക്ക്, ആ വീടിൻ്റെ സർവവും തകർന്നു പോയി 4 കുമാരന്മാർ നാട് വിട്ട് പല രാജ്യങ്ങളിലായി പോയി. രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് പോയി, ഭരതനും ലക്ഷ്മണനും കൊട്ടാരം വിട്ട് നന്ദിഗ്രാമത്തിലേക്ക് പോയി. രാജാവായ ദശരഥൻ തീപ്പെട്ടു പോയി. വിധവകളായ 3 റാണിമാരെ തകർന്ന കൊട്ടാരത്തിൽ ഒരു യോഗിനിയെപ്പോലെ, ഒരു തപസ്വിനിയെപ്പോലെ. അതാണ് പത്നീധർമ്മം. എല്ലാവരും പോയാൽ ഈ കൊട്ടാരം ആര് നോക്കും? തൻ്റെ ദുഃഖങ്ങളൊക്കെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച് വസതിക്കൊത്ത ഗുണമുള്ളവളായി, അവളാണ് യഥാർത്ഥ ഭാര്യ. ഗുണം കുടുംബിനിക്കില്ലാതായാൽ എത്രയുണ്ടായാലും കാര്യമില്ല. കുടുംബിനിക്ക് ഗുണമുണ്ടാവണം. ആ ഗുണമുള്ള കുടുംബമാണ് കുടുംബമായിട്ട് മാറുക. ആ ഗുണമുണ്ടാകേണ്ടത് ഭാര്യയിൽ നിന്നാണ്, സ്ത്രീയിൽ നിന്നാണ്. കുടുംബിനി ഗുണമുള്ളവളാണെങ്കിൽ എല്ലാം ഉണ്ടാകും, ഇല്ലെങ്കിൽ എല്ലാം ഇല്ലാതാകും. രാമായണത്തിൻ്റെ കുടുംബ മഹനീയത, ചാരിത്രശുദ്ധിയേക്കാൾ ഗുണത്തോട് ചേർത്താൻ മറ്റെന്തുണ്ട് ലോകത്ത്? ഇത് രാമായണം അടിവരയിടുന്നു. അതാണ് സീതാദേവി ഉപേക്ഷിക്കാൻ പോലും കാരണമായത്. സീതയുടെ ചാരിത്രശുദ്ധിയെ ചിലർ, വളരെ കുറച്ച് പേര് ഇപ്പോഴും സംശയിച്ചു. സീത അഗ്നി പോലെ ശുദ്ധയാണ്. സീത അഗ്നിപ്രവേശം ചെയ്തിട്ടാണ് ലങ്കയിൽ നിന്ന് വന്നതെന്ന് രാമന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് അയോധ്യയിലെ ആളുകൾക്ക് അറിയണമെന്നില്ല. മറ്റൊരു രാജ്യത്ത് നിന്ന് ആണല്ലോ അഗ്നിപ്രവേശം ചെയ്തത്. നേരത്തെ പറഞ്ഞ 18 ശാപങ്ങളെല്ലാം രാവണൻ സ്ത്രീകളെ ഉപദ്രവിച്ചതാണ്. രാവണൻ്റെ കയ്യിൽപ്പെട്ട ഒരു സ്ത്രീയും
ചാരിത്ര ദോഷം വരാതിരുന്ന ഉണ്ടായിട്ടില്ല എന്ന് ലോകമറിയുന്ന ഇടത്താണ് സീതാദേവി പതിവ്രതയായി നിൽക്കുന്നത്. അത് മനസ്സിലാക്കണം. ആ പാതിവ്രത്യത്തെ, ചാരിത്രത്തെ ഏറ്റവും, അതുകൊണ്ടാണ് ഇവിടെ സതി പോലും ഒരു കാലത്തുണ്ടായത് ചാരിത്രത്തെ സംരക്ഷിക്കാനാണ്. പിന്നീട് അതൊരു ആചാരമായി പോയി എന്നുള്ളതല്ലാതെ ചാരിത്രത്തെ വിശുദ്ധമായി കണ്ട ഒരു നാടാണ്. ദൈവത്തെ തൊഴുകുന്ന മുമ്പ് നാഥനെ തൊഴുകുന്നവർ, അവർ ദൈവത്തെ തൊഴുതുന്നതിന് മുൻപ് ആത്മനാഥനെ തൊഴുകുന്നവർ, അവർ ചൊല്ലിയിടിൽ അവിടെ മഴ പെയ്തിടുന്നാണ് നമ്മുടെ ധർമ്മം. രാവിലെ എഴുന്നേറ്റ ഭാര്യ ഉറങ്ങുന്ന ഭർത്താവിൻ്റെ പാദങ്ങൾ തൊട്ട് ശിരസിൽ വെച്ച് നമസ്കരിച്ചിരുന്നു. അവർ പറയുന്നിടത്ത് മഴ പെയ്യുന്നതാണ്. അങ്ങനെയുള്ള അനസൂയൊക്കെ അങ്ങനെയാണ്. പാതിവ്രത്യത്തിലും ആദിത്യ മര്യാദയിലും അനസൂയയും ശീലാവതിയും അനേകം രത്നങ്ങൾ അവർ പറയുന്നിടത്ത്. അതുകൊണ്ടാണ് സീതയെ രാവണന് തൊടാൻ പറ്റാത്തത്. ഈ പാതിവ്രത്യത്തിൻ്റെ ചാരിത്രത്തിൻ്റെ വിശുദ്ധി കൊണ്ട്. അവർ പറയുന്നിടത്ത് മഴ പെയ്യും. പ്രകൃതി പോലും അഗ്നിയിൽ ചാടിയിട്ട് പോലും സീതാദേവിയുടെ രോമത്തിന് പോലും നാശമില്ലാതിരുന്നതിൻ്റെ കാരണം ചാരിത്രശുദ്ധിയാണ്. ഇത് ഭാര്യാധർമ്മത്തെ, അത് ഒരു സ്വയം രക്ഷാകവചമായിട്ട് പ്രകൃതി അവരോടൊപ്പം, പ്രപഞ്ചം അവരോടൊപ്പം ഉണ്ട് എന്ന് രാമായണം കാണിച്ചു തരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.